നിന്റെ പൊന്ന് മോളായി ഈ കുമ്മായൊക്കെ അങ്ങ് അടിച്ചു കഴിഞ്ഞാണ്ടല്ലേ, നീ ഏത് സൂര്യൻ വന്നാലും നിനക്കൊന്നും പറ്റൂല, നല്ലോണം കായും വരും. നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നീ എനിക്ക് 2000 രൂപ നിനക്ക് കിട്ടാതെ എനിക്ക് 1000 രൂപ തരത്തില്ലെന്ന് എനിക്ക് അറിയടാ. അങ്ങനെ നീ മാത്രം കമ്മീഷൻ അടിച്ചു മാറ്റണ്ട. എൻ്റെ വേണിക്കുട്ട, നമ്മൾ കുറേ നാളായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്. നീ എന്തിനാ എൻ്റെ കൈ വേഷം കെട്ടിറക്കുന്നത്? ഒരു പണി ചെയ്യ്, നീ ഒരു 500 രൂപ എനിക്കിതാ. അപ്പം എനിക്ക് 1500 രൂപയാണ്, നിനക്കും 1500 രൂപയാണ്. സമാസമാവും. അങ്ങനെയുള്ള കച്ചവടമൊക്കെ മതി. പിന്നെ ഒരു കാര്യം, നീ വലിയ ലുട്ടുള്ളുക്ക് വണ്ടിയും കൊണ്ട് വന്നേക്കരുത്. എൻ്റെ ഭാര്യയ്ക്കൊക്കെ യാത്ര ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ. അപ്പം പെട്ടെന്ന് 500 രൂപ ഇടണേ. നീ മാത്രം അങ്ങനെ കമ്മീഷൻ അടിച്ച് മാറ്റണ്ട. ശരി ഓക്കെ. എടാ ചക്ക, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ, എടേ നീ ഇതിന്റെ മുകളില് ഞാൻ വേനൽക്കാലം വരുമല്ലോ, ഞാൻ ഇപ്പൊ കുറച്ച് കുമ്മായ അടിച്ചു കൊടുക്കുമായിരുന്നു മാവിന്. കുമ്മായം ഇതിന് മാത്രം ആക്കണ്ടടാവ്. ഈ തെങ്ങും ഈ വൃക്ഷമൊക്കെ നിപ്പില്ല, എല്ലാത്തിനും അടിച്ചു കൊടുക്കും. നന്നാവട്ടെ. എല്ലാത്തിനും കുമ്മായ അടിക്കാം. ആരായിരുന്നു ഫോണിൽ എന്റെ പാർട്ട്ണർ ബിസിനസ്, ഞാൻ കച്ചവടം നടത്തിയ ഒരു കാര്യം സംസാരിച്ചു. വേണുക്കുട്ടൻ. വേണുക്കുട്ടൻ എന്താ നാണം ഇല്ലല്ലോ അച്ഛാ, സ്വന്തം ഭാര്യ പോകുന്ന വണ്ടി പഠിച്ച് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി. അതിപ്പം വേണുക്കുട്ടനല്ലേ ഏർപ്പാടാക്കി തന്നു. അത് മാത്രമല്ല, എന്റെ ഭാര്യ മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് പെണ്ണുങ്ങൾ യാത്ര പോകുന്നുണ്ട്. കുറെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഏതാ ബസ്? എന്താ ലോകസുന്ദരിന്നോ ഭൂലോകസുന്ദരിന്നോ എന്തോടെ ഏണ്ടൊക്കെ പേര് പറഞ്ഞു, എനിക്കറിയാൻ. മറ്റേ ഭൂലോകസുന്ദരിയാ? അത് തന്നെ, അങ്ങനത്തെ ഒരു പേരാ പറഞ്ഞു. പാട്ട വണ്ടിയാ, അതിന് ടയറും കൂടെ ഉള്ളു തയ്യാൻ വേണ്ടി. ഒറ്റ വെച്ചിരുന്നു. അത് ഉഗ്രം വണ്ടിയാണ്. അത് നല്ല കിടിലമായിട്ട് പണി തിറക്കി AC ഒക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് പോകുന്ന വണ്ടിയാ. എന്തോ AC? പാട്ട വണ്ടി എനിക്കറിയാം. അതാണോ അമ്മയുടെ വെള്ളിക്ക് വെച്ച് കെട്ടാൻ പോകുന്നത്? അനാവശ്യം, നിനക്ക് അറിയാവുന്ന കാര്യത്തിൽ ഇടപെട്ടാ മതി. പോയെ നിർത്ത്. ഈ അഴിമതി ഞാൻ സമ്മതിക്കൂല. ഞാൻ അമ്മയോട് പറയും. നീ പോയി പറ. ഞാൻ പറയും. ഞാൻ വണ്ടി കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കൂടാ. പോടാ. അയ്യടാ, ഞാൻ അമ്മയോട് പറയും. അവര് ഇത് പോയി കഴിഞ്ഞാൽ ഈ പാട്ട വണ്ടി അമ്മയ്ക്ക് കൂടെ നടക്കണം. അമ്മ സെക്രട്ടറി എന്നറിയാലോ. നീ ഇപ്പൊ എന്തിനാ അതിനെ പുറത്ത് കയറിയിരിക്കുന്നത്? ഇതിനടിക്കാൻ. എന്നാ അടി. ഞാൻ അടിച്ചോളാം. അതെങ്കിലും തേനാമണ്ണം ചെയ്യും. അല്ല, ഇത് അമ്മയോട് പറയട്ടെ, എന്നിട്ട് അടിയൊക്കെ ഉള്ളു. എന്റെ പൊന്നെ, അപ്പൊ എത്ര രൂപ കമ്മീഷൻ കിട്ടി? കുറെ കിട്ടി കാണൂലോ. എന്റെ പോക്കറ്റിൽ 5 പൈസ വരുന്നതിൽ നിനക്ക് ഇത്രക്ക് വിരോധമായോട്? അപ്പൊ കുറെ കിട്ടി. എന്നാ ഞാൻ അമ്മയോട് പറയാതിരിക്കാം. നീ എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന? നീ എന്തിനു പറയാതിരിക്കാന്ന്? അതിന്റെ 50% എനിക്ക് കൂടെ തന്നാ മതി. എനിക്ക് കിട്ടുന്നത് വളരെ കുറച്ചാണ്. അധികം നിനക്ക് കൂടെ വേണം. വളരെ കുറച്ച്. വേണക്കുട്ടന് കമ്മീഷൻ പോവും, അച്ഛന് പോവും. അപ്പൊ കുറച്ചൊന്നും അല്ല കിട്ടത്, നല്ല കാശുള്ള ഏർപ്പാട്. അപ്പൊ എനിക്ക് 50% കിട്ടി അമ്മയോട് പറയും. നിനക്ക് നിന്റെ അമ്മയോടൊന്നും ഒരു സ്നേഹവും ഇല്ലല്ലേ? ഇത്ര നേരം വലിയ വായിൽ പറഞ്ഞല്ലോ അമ്മയ്ക്ക് പോകേണ്ട ബസ്സാണ്, അതിന്റെ സുരക്ഷ പ്രശ്നമാണ്, ഓനെയാണ് കൂനെയാണ്. ഡേ 5 പൈസ നിനക്ക് തരത്തില്ല. ഉറപ്പാണേ? ഉറപ്പാ. എന്നാ അമ്മ ഒന്ന് കാണട്ടെ. ഈ വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ സഞ്ജു. ഇറങ്ങും. നീ ഇതിൽ ഇറങ്ങത്തിലടാ. ഞാൻ എറിയൂടാ, ഇവിടെ താഴെ എറിയൂടെ. അച്ഛാ ചുമ്മാ ഷോ കാണിക്കല്ലേ അച്ഛൻ. പൊക്കെ, ഞാൻ ഒരിക്കൽ കൂടെ പറയണം, അടങ്ങി ഒതുങ്ങി നിന്റെ പണി നോക്കും. ഞാൻ അടിച്ചോളാം. പൊക്കോ. ഞാൻ പറയാൻ പോകുന്നില്ല. പൊക്കോ. ഉറപ്പാണോ? ഉറപ്പാ. പോ.